എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഗാരയും ആ ഒരു വില്ലൻ ദേദരെയാണ് കാണിക്കുക. അവര് രണ്ടുപേരും മുഖാമുഖം നോക്കി ഇപ്പൊ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദേദര വില്ലൻ അവൻ ആ പക്ഷിയുടെ മേലെ കയറി കറങ്ങി കറങ്ങി ഇപ്പൊ ഗാരയായിട്ട് ഫൈറ്റ് ചെയ്യും. ദേദര വില്ലൻ ആവട്ടെ ഇപ്പൊ ഗാരയെ കണ്ട് പേടിച്ച് മുൻപോട്ട് പറക്കാൻ തുടങ്ങും. അവൻ ഒരുപാട് സ്പീഡില് ഇപ്പൊ മുൻപോട്ട് പറക്കുമ്പോ ഗാരയാവട്ടെ അവന്റെ സാൻഡ് ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും അവനെ മടക്കി ലോക്ക് ചെയ്യാനായിട്ട് തൊട്ടു പിന്നാലെ തന്നെ ഇപ്പൊ പാഞ്ഞടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വില്ലൻ അവൻ സിറ്റിയുടെ മുകളിലൂടെ ഇപ്പൊ വളഞ്ഞും തിരിഞ്ഞും മുൻപോട്ട് കുതിച്ചു പായുമ്പോ ഗാര അവന്റെ പവർ കൂട്ടി ഇപ്പൊ തൊട്ടടുത്തെത്തും. വില്ലൻ അവന്റെ കൈ നോക്കും. ഇനി വെറും കുറച്ച് സമയം കൂടെ മാത്രമേ എന്റെ മുൻപിൽ ബാക്കിയുള്ളൂ. ഗാര വേറെ വഴിയില്ലാതെ അവന്റെ എല്ലാ സാൻഡിന്റെ പവറും അതൊരുമിച്ച് കൊണ്ടുവരും. അവൻ അതൊരു ഷീൽഡ് പോലെ ക്രിയേറ്റ് ചെയ്ത് അതുപയോഗിച്ച് വില്ലനെ അട്ടിച്ചു തെറിപ്പിക്കാൻ ശ്രമിക്കുമ്പോ വില്ലനാവട്ടെ അവൻ ഹായ് ആയിട്ട് വന്ന് ആ ഒരു ഷീൽഡിന്റെ മേലെ ഇപ്പൊ നിൽക്കും. വില്ലൻ പറയും, നീ അതീവ ബുദ്ധിമാനാണ്, ഞാൻ ഈ ഗ്രാമത്തിലേക്ക് എത്തിയെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? അതിന് ഗാറ പറയും, നീ സഞ്ചരിക്കുന്ന ഈ ഒരു പക്ഷി, ഇതുപോലത്തെ പക്ഷികള് ഞങ്ങളുടെ ഗ്രാമത്തിലില്ല. ഓ വെൽ പ്ലേഡ്, പക്ഷെ തീർച്ചയായിട്ടും എൻ്റെ അഭ്യാസം അത് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ഇപ്പൊ വില്ലനാവട്ടെ അവൻ ചിരിച്ചുകൊണ്ട് പറയും. അപ്പൊ ഗ്രാമത്തിൽ നിന്ന് ഏതോ ഒരു സെക്യൂരിറ്റി അവൻ പുറത്തേക്ക് വരും. ഇപ്പൊ പുറത്ത് യാതൊരു ശബ്ദവും കേൾക്കാത്തതിനെ തുടർന്ന് അവൻ എന്തു പറ്റി, ഇവിടെ ആരുമില്ലെന്ന് പറഞ്ഞ് അവന്റെ ചുറ്റും നോക്കുമ്പോഴായിരിക്കും ഇപ്പൊ ഒരുപാട് പേര് രക്തത്തെ കുളിച്ചു കിടക്കുന്ന കാണാം. അവൻ പേടിച്ചു വരച്ച് ഇപ്പൊ പുറകോട്ട് മാറി മേലേക്ക് നോക്കുമ്പോഴായിരിക്കും അവരുടെ ലോഡ് സാക്ഷാൽ ഗാറ ഇപ്പോ ഒരു വില്ലനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് കാണാം. ഇവിടെ കങ്കൂറ ആവട്ടെ ആകെ ദേഷ്യം വന്ന്, ക്യാപ്റ്റൻ യൂറോ അവൻ എവിടെ? എങ്ങനെയാണ് ഈ വില്ലന്മാര് അവർ ഗ്രാമത്തിലേക്ക് കടന്നത്? അതിന് കൂടെയുള്ളവൻ പറയും, ഞാൻ ഒരുപാട് നേരമായി ക്യാപ്റ്റൻ യൂറോയെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷെ ഇതുവരെ അവനെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കട്ട് ചെയ്താ ഇപ്പൊ ക്യാപ്റ്റൻ യൂറോയെ കാണിക്കും. അവന്റെ കൂടെയുള്ള അടുത്ത വില്ലൻ പറയും, നീ ഇപ്പൊ എത്രയും പെട്ടെന്ന് ഗ്രാമത്തിലേക്ക് തിരികെ പോകണം, അല്ലെങ്കിൽ വലിയ ആപത്താണ്. ഇപ്പൊ നീ പോയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നീയാണ് ഞങ്ങളെ സഹായിക്കുന്നതെന്ന് അവർക്ക് പിടികിട്ടും. ഇവിടെ കങ്കൂറയ്ക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഗ്രാമത്തിൽ എന്താണ് നടക്കുന്നതെന്ന്. അവൻ ഗാരയുടെ പേര് വിളിച്ച് ഇപ്പൊ ഗാരയുടെ ഓഫീസിലെത്തുമ്പോ അവിടെ ആരും ഉണ്ടാവില്ല. അപ്പൊ മറ്റൊരു ഗാർഡ് അവൻ അവിടേക്ക് വന്ന് പറയും, ഗ്രാമത്തിലിപ്പോ വലിയ യുദ്ധം നടക്കുകയാണ്, ഗാരയാണ് യുദ്ധത്തിന് ചുക്കാൻ പിടിക്കുന്നതെന്ന് പറയുമ്പോഴായിരിക്കും നമ്മുടെ കങ്കൂറ ഗാര ജനലിലൂടെ ഇപ്പൊ പുറത്തേക്ക് നോക്കുമ്പോ നമ്മുടെ ഗാറ അവൻ സ്റ്റൈലായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് കാണും. വില്ലൻ അവന്റെ കയ്യിലുള്ള കവറിൽ കൈയിട്ട് ഒരു ഗ്ലാസ് പുറത്തേക്ക് എടുക്കും. നീ ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്നു, ഇനി നിനക്ക് എന്നെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വില്ലൻ ഗാറയുടെ ഓരോരോ ഫോട്ടോസ് ആയിട്ട് ഇപ്പൊ എടുക്കാൻ തുടങ്ങും. അതിന് ഗാറ അവന്റെ മുഴുവൻ പവർ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സാൻഡ് അത് മുഴുവൻ ഉയർത്തിയെടുത്ത് റൗണ്ടാക്കി ആ ഒരു വില്ലനെ അട്ടിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കും. ഒരു സെക്കൻഡ് വില്ലൻ ഫ്രീസ് ആയി പോയിട്ട്, ഞാൻ ഇവിടേക്ക് വന്ന് ഫൈറ്റ് ചെയ്തത് അത് വളരെ വലിയ തെറ്റായിപ്പോയി. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ നമ്മുടെ കുട്ടപ്പനാവട്ടെ ഇപ്പോഴും കാട്ടിലൂടെ പ്രാക്ടീസ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു വശത്ത് സാക്കുറ അവളുടെ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് കാക്കാഷിയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോ കാക്കാഷി ആവട്ടെ അങ്ങനെ തന്നെ വന്ന് ഇപ്പൊ സാക്കുറ ഇട്ടിക്കാൻ തുടങ്ങും. ആക്ച്വലി അത് സാക്കുറയല്ല, അവളുടെ വെറും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. മരത്തിന്റെ മേലെ ഇരുന്ന് സാക്കുറ കാക്കാഷിയെ കാണുമ്പോ അവള് ചാടി വീണ് കാക്കാഷിയായിട്ട് ഫൈറ്റ് ഇടാൻ ഇപ്പൊ റെഡി ആയിട്ട് നിൽക്കും. പക്ഷെ നമ്മുടെ കാക്കാഷി ആള് മാസ്റ്ററാണ്. അവൻ അങ്ങനെ കറങ്ങി വന്ന് ഇപ്പൊ കുട്ടപ്പനെയും സാക്കുറയും ലോക്ക് ചെയ്ത് പിടിക്കും. പക്ഷെ കാക്കാഷി അവൻ സ്പീഡില് ഇപ്പൊ നെഞ്ചിപ്സു അത് ചെയ്യാൻ ആരംഭിക്കും. അവൻ വിരലുകള് അതീവ സ്പീഡിൽ ചലിപ്പിച്ച് അവിടെ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഇപ്പൊ ഉണ്ടാക്കും. അത് കണ്ട് പേടിച്ച് ഇപ്പൊ കുട്ടപ്പനും സാക്കുറയും അവര് രണ്ടുപേരും രണ്ടു വഴിക്ക് ഓടും. കുട്ടപ്പൻ പേടിച്ച് വരച്ച് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോ അതേസമയം കാക്കാഷി ആവട്ടെ ഭൂമിക്കടിയിൽ നിന്ന് ഇപ്പൊ കുട്ടപ്പന്റെ കാല് അതങ്ങനെ തന്നെ വലിച്ച് താഴേക്കിടും. പക്ഷെ കാക്കാഷി അവൻ അങ്ങനെ നോക്കിയിരിക്കുമ്പോ ആ ഒരു കുട്ടപ്പനും അവിടെ ഇല്ലാതാവും. അത് കുട്ടപ്പന്റെ വെറും ഒരു ക്ലൗൺ ആണെന്ന് തിരിച്ചറിയുമ്പോ കാക്കാഷി കേൾക്കും മറ്റൊരു വശത്തുകൂടെ ഇപ്പൊ കുട്ടപ്പനും സാക്കുറയും ഓടിക്കൊണ്ടിരിക്കുന്നത്. കാക്കാഷി ഒട്ടനെ അവന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ വാട്ടർ ഡ്രാഗൺസിനെ തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്ത് കുട്ടപ്പന്റെ സാക്കുറയുടെ നേർക്ക് ഇപ്പൊ അട്ടിച്ചങ്ങോട്ട് തെറിപ്പിക്കും. അപ്പൊ കുട്ടപ്പൻ അവൻ നിലവിളിക്കും, സാക്കുറ ഓടിക്കോ, അല്ലെങ്കിൽ വലിയ കുഴപ്പമാണ്. സാക്കുറ പറയും, അവനിപ്പോ ഒരു സെനിയൻ നിഞ്ചയാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും അത്ര എളുപ്പത്തില് നമുക്ക് കാക്കാഷിയെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇവിടെ മാമനാവട്ടെ ഇതെല്ലാം നോക്കിക്കണ്ട് അങ്ങനെ ഹായ് ആയിട്ട് ഒരു മരത്തിന്റെ മേലെ ഇരിക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ കങ്കൂറ ആവട്ടെ
ഒരുപാട് ഗാർഡ്സുമായിട്ട് ഫൈറ്റ് ചെയ്യാനായി പുറത്തേക്ക് വരുമ്പോ ഇവിടെ ഗാറ അവൻ ഫുൾ ഫോമില് ഫൈറ്റ് ചെയ്യാണ്. വില്ലൻ ഇടയ്ക്കിടയ്ക്ക് അവന്റെ കയ്യിൽ നോക്കിയിട്ട് പറയും, ഇനി അധിക നേരമില്ല, അതിനുള്ളിൽ എല്ലാം അവസാനിക്കും. ഗാറ അവനെ അടിച്ചിടാൻ നേരം അവനാവട്ടെ അവന്റെ കൈ വിരിച്ച് അതിൽ നിന്ന് വീണ്ടും ഇപ്പൊ 1-2 പക്ഷികളെ പുറത്തെടുക്കാനായിട്ട് ആരംഭിക്കും. പക്ഷെ ഗാറ വിടില്ല. അവൻ അവന്റെ സാൻഡ് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ആ ഒരു വില്ലനെ തടയാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കും. വില്ലൻ ചിരിക്കും. അവൻ കൂളായിട്ട് വീണ്ടും 1-2 പക്ഷികളെ കൂടെ ഇപ്പൊ ഗാറയുടെ സാൻഡിന് നേരെ അങ്ങനെ തന്നെ അയക്കും. ആ ഒരു പക്ഷികള് ഇപ്പൊ ഗാറയുടെ സാൻഡ് ഇടിച്ചു പൊളിച്ച് ഗാറയെ തകർക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഗാറ അവൻ സാൻഡ് വില്ലേജിന്റെ നേതാവാണ്. അവൻ വീണ്ടും വീണ്ടും അവന്റെ സാൻഡ് പവർ അത് പുറത്തെടുത്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ വില്ലനും അവനെ കൊണ്ട് കഴിയും പോലെ ഒരുപാട് പക്ഷികളെ ഗാറയുടെ സാൻഡിന് നേർക്കയച്ച് അതങ്ങനെ തന്നെ ഇപ്പൊ തവിട് പൊടിയാക്കും. കട്ട് ചെയ്ത ഇവിടെ കുട്ടപ്പനും സാക്കുറ ആവട്ടെ ഇപ്പൊ കാക്കാഷിയുടെ ഫൈറ്റ് കണ്ട് പേടിച്ചൊരു മൂലയ്ക്ക് ഇരിക്കുകയാണ്. കാക്കാഷിയുടെ സ്പീഡ് അത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് അത്ര എളുപ്പത്തില് അവനെ കീഴ്പ്പെടുത്താനാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഇപ്പൊ കുട്ടപ്പൻ പറയും. കാക്കാഷിക്ക് ഇപ്പൊ ഷിക്കമരുവിനെ കഴിഞ്ഞും കിബയെ കഴിഞ്ഞും പവർ ഒരുപാട് കൂടുതലാണ്. മാത്രമല്ല അവന്റെ ശരീരം കണ്ണ് അതിന്റെ പവർ ഇപ്പൊ 2 ഇരട്ടിയായിരിക്കുന്നു. അപ്പൊ സാക്കുറ പറയും, നീ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ എന്തെങ്കിലും ഒരു വീക്ക്നെസ് എല്ലാവർക്കും ഉണ്ടാവും. അത്തരത്തില് കാക്കാഷിയുടെ വീക്ക്നെസ് അതെന്താണെന്ന് ഇപ്പൊ സാക്കുറ ചോദിക്കും. ഇവിടെ കാക്കാഷി ഇപ്പൊ ഒരുപാട് നേരം അവന്റെ പവർ ഉപയോഗിച്ചതിന് ശേഷം അല്പനേരം എന്റെ ശരീരം കണ്ണിന് റെസ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞ് ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് ആ ഒരു പുസ്തകം അത് വായിക്കാനായിട്ട് ആരംഭിക്കും. ഇവിടെ നറൂട്ടോ ഇപ്പൊ കാക്കാഷിയുടെ വീക്ക്നെസ് ഓർത്ത് ചിരിക്കാനായിട്ട് തുടങ്ങും. പ്ലീസ് പ്ലീസ് എന്നോട് കൂടെ ദയവ് ചെയ്ത് ആ ഒരു വീക്ക്നെസ് അത് പറയുമ്പോ കുട്ടപ്പനാവട്ടെ ഇപ്പൊ സാക്കുറയ്ക്കും അതേ വീക്ക്നെസ് പറഞ്ഞു കൊടുക്കും. അവളും വണ്ടറടിച്ച് ഓ കറക്റ്റാണ്, ഞാനിത് എങ്ങനെ മറന്നുപോയെന്ന് ചോദിച്ച് അവളും ഇപ്പൊ ചിരിക്കാൻ തുടങ്ങും. നമുക്ക് അവന്റെ ശരീരം കണ്ണ് തന്നെ അങ്ങനെ അടച്ചു പിടിച്ച് അവനെ തൂക്കിയെടുക്കാന്ന് ഇപ്പൊ കുട്ടപ്പൻ പറയും. അതിന് സാക്കുറ, നീ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, ഒരുപാട് മെച്ചോർഡായിരിക്കുന്നു. ഉറപ്പായിട്ടും ഈ ഒരു മിഷൻ അത് നമ്മൾ അടിച്ചു പൊളിക്കുമെന്ന് പറയുമ്പോ ഇവിടെ കാക്കാഷി ആൾക്ക് പിടികിട്ടും നമ്മുടെ കുട്ടപ്പൻ അവൻ ചില്ലറക്കാരനല്ലെന്ന്. കുട്ടപ്പൻ പറയും, ഇത്തവണ ഫസ്റ്റ് മൂവ് അത് തീർച്ചയായിട്ടും നമ്മുടേതായിരിക്കും. കട്ട് ചെയ്ത ആ ഒരു ദേദരാം വില്ലൻ അവനാവട്ടെ ഇപ്പൊ വീണ്ടും വീണ്ടും ഗാറയായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അവന്റെ കൈയിന്റെ ഉള്ളിലൂടെ വീണ്ടും ഒരുപാട് പക്ഷികളെ ഇപ്പൊ പുറത്തേക്കെടുക്കും. ആ പക്ഷികൾ മുൻപോട്ട് പറക്കുന്നതിന് അത് വലുതായിക്കൊണ്ടേയിരിക്കും. ഗാറ അതിനെ പിടിക്കാനായിട്ട് ഇപ്പൊ അവന്റെ സാൻഡ് ഉയർത്തുമ്പോഴേക്കും അത് പൊട്ടി അങ്ങോട്ട് തെറിക്കും. കങ്കൂറ ഗാറ എന്ന് വിളിച്ചലറും. അതേ സമയത്ത് ഇവിടെ കാക്കാഷി ആവട്ടെ ഇപ്പൊ കുട്ടപ്പന്റെയും സാക്കുറയുടെയും മൂവ് അത് തിരിച്ചറിയും. കുട്ടപ്പനും സാക്കുറയും കാക്കാഷിയുടെ തൊട്ടടുത്തെത്തുമ്പോ സാക്കുറ പറയും, കുട്ടപ്പ നിന്റെ ഐഡിയ അത് പുറത്തെടുക്ക്. അത് കേൾക്കേണ്ട താമസം നമ്മുടെ കുട്ടപ്പനാവട്ടെ നീ ഇപ്പൊ വായിക്കുന്ന ആ ഒരു സ്റ്റോറി അതിന്റെ എൻഡ് ഞാൻ നിനക്ക് പറഞ്ഞു തരാന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ അത് പറയാനായിട്ട് തുടങ്ങും. കാക്കാഷിക്ക് കലി കയറി, നോ എനിക്കത് കേൾക്കണ്ട, ആ ഒരു ബുക്ക് അത് മുഴുവനായിട്ടും ഞാൻ വായിച്ചോളാം. പക്ഷെ കുട്ടപ്പൻ അത് കേൾക്കാൻ തയ്യാറാവാതെ വീണ്ടും കഥ പറയാൻ തുടങ്ങുമ്പോ കാക്കാഷിക്ക് കലി കയറി ഇപ്പൊ അവന്റെ ചെവിയും കണ്ണും അങ്ങനെ തന്നെ അടച്ചു പിടിക്കും. ആ ഒരു ഗ്യാപ്പില് ഇപ്പൊ നമ്മുടെ ആൾക്കാരാവട്ടെ ഈസി ആയിട്ട് ആ ബെല്ല് രണ്ടും തൂക്കി അങ്ങോട്ട് എടുക്കും. അങ്ങനെ കുട്ടപ്പന്റെ തന്ത്രത്തില് ഇപ്പൊ കാക്കാഷി വീണുപോയി. അവര് 3 പേരും ഇപ്പൊ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടെ ഗാറയാവട്ടെ അവന്റെ സാൻഡ് ഉപയോഗിച്ച് വലിയൊരു ഗോളം തന്നെ ഇപ്പൊ ക്രിയേറ്റ് ചെയ്യും. അതിന്റെ മുകളിലായിട്ട് അവന്റെ കണ്ണുകൊണ്ട് ആ ഒരു വില്ലനെ നോക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.